കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം കാത്തുപരിപാലിക്കും. യഥാർത്ഥ നന്മ ചെയ്യാൻ, ദൈവകൽപ്പനകൾ പാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. നാം ജീവിച്ചു വന്ന ചുറ്റുപാടുകളിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അവഗണനയും സ്നേഹമില്ലായ്മയും നിരാശയും ആകുലതയും ഒറ്റപ്പെടുത്തലും കൊണ്ട് നമ്മെ അടിമപ്പെടുത്തിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമുക്കായി വാതിലുകൾ തുറക്കുന്നു. കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും എന്ന തിരുവചനം പോലെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ആന്തരികമായ മുറിവുകൾ സുഖപ്പെടുത്തും. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി ദൈവമക്കളാക്കി ചേർക്കും. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ കാത്തുപരിപാലിക്കും. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ നിരാശയും ആകുലതയും എടുത്തു മാറ്റും. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, കർത്താവിനെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. നിത്യതയാകുന്ന സ്നേഹം കർത്താവായ യേശുവിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മതിയാകുന്നില്ല. അങ്ങയുടെ സാമീപ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഓ യേശു, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അറിയുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മതിയാകുന്നില്ലേ ഈ സ്നേഹം യേശുവേ, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ. യേശുവേ, നിൻ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കർത്താവായ യേശുവേ, അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ കർത്താവേ നിമിഷം ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവിധം അവിടുത്തെ തിരക്കത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അനുനിമിഷം ഞങ്ങളുടെ കൂടെ ഇരിക്കണം യേശുവേ. ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ അവിടുത്തെ സാന്നിധ്യം കടന്നു വരണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ക്ഷണിക്കുന്നു.
അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഹല്ലേലൂയ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഹല്ലേലൂയ. ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതുപോരായേ യേശുവേ, അങ്ങയുടെ സ്നേഹം ഇതുപോരായേ പോരാ കർത്താവേ. ഇതുപോരായേ ഇതുപോരായേ, നിൻ സാമീപ്യം പോരാ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം നാഥ. നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കർത്താവായ യേശുവേ, അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങൾ ഇടയാക്കരുതേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് വിട്ടുപോകുവാൻ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ അനുവദിക്കരുതേ. ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവിധം ജ്ഞാനം തന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും. പിരിയിലിനിയും മരണം വരെയും, പിരിയിലിനിയും മരണം വരെയും, മാറിലിനിയും ഞാൻ മാർവിൽ നിന്നും. യേശുവേ സ്തോത്രം. മാറിലിനിയും ഞാൻ മാർവിൽ നിന്നും. കർത്താവേ, അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് പോരാ. അങ്ങയുടെ സാന്നിധ്യം പോരാ കർത്താവേ. കർത്താവേ, കൂടുതൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ സാമീപ്യം പോരായേ, ഓ എൻ്റെ യേശുവേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കർത്താവായ യേശുവേ, എൻ്റെ കുടുംബത്തിൽ ജോലി മേഖലകളിൽ കർത്താവേ, സകലത്തിലും പ്രഥമ സ്ഥാനം അങ്ങേക്ക് നൽകുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ. തെറ്റാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. യേശുവേ, നിന്നോടാണ് എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിൽ പോകും പ്രിയനേ, യേശുവേ, നിന്നെ വിട്ടെങ്ങു ഞാനിൽ പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ, ആമേൻ ആമേൻ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ. ഇതുപോരായേ 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 ഇതുപോരായേ.
കർത്താവായ യേശുവിന്റെ സ്നേഹത്താൽ ഓരോരുത്തരും നിറയപ്പെടുവാനും അതുവഴി ദൈവിക അനുഗ്രഹത്തിന്റെ പങ്കുകാരായി തീരുവാനും ഇടയാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.